ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു പൊരിച്ച കോഴീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായത് എന്താണെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായി ഒരു 15 വെള്ളുള്ളിയും 10 ചെറിയ ഉള്ളിയും 3 കഷ്ണം ഇഞ്ചിയും ഒരു 8 വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായി ഒരു 5 തണ്ട് മല്ലിയിലയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകവും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരക്കേണ്ടതില്ല, ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഈ കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ബോൺസ് കളഞ്ഞ ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് യോജിപ്പിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത കൂട്ട് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു കോഴിമുട്ടയാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായി വരുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ നമുക്ക് ഇനി ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ട് ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല. ഇങ്ങനെ ഒട്ടും അടിയിൽ പിടിക്കില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ട ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ മുരിച്ച് നമുക്കെടുക്കാം. കാരണം കണ്ട ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല. അത്യാവശ്യം വേവായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കണ്ടോ ഒരു പിഞ്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ട് അതിൻ്റെ കൂടെ മുരിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റും മണം വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമുക്കിനി ഇത് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.